ശേഷം എമ്പുരാൻ എടുക്കാൻ 6 വർഷമെടുത്തു. അതിനു പിന്നിലെ കാരണം വെളിപ്പെടുത്തുകയാണ് സംവിധായകനും നടനുമായ പൃഥ്വിരാജ്. ലൂസിഫർ എന്ന ബ്രഹ്മാണ്ഡ സിനിമയ്ക്ക് ശേഷം അതിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ ഒരുക്കാൻ 6 വർഷത്തോളം എടുത്തതിന് പിന്നിലെ കാരണം പറഞ്ഞ പൃഥ്വിരാജ് ലൂസിഫർ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാനുള്ള കാരണത്തെക്കുറിച്ചും പൃഥ്വിരാജ് ഒരു ഹിന്ദി യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. 2019 ലൂസിഫർ ഇറങ്ങിയ ശേഷം രണ്ടാം ഭാഗത്തിന് 6 വർഷത്തോളം സമയമെടുത്തതിന് പിന്നിൽ കോവിഡ് മഹാമാരിയാണ്. എമ്പുരാൻ താൻ സംവിധാനം ചെയ്യേണ്ടിയിരുന്ന രണ്ടാമത്തെ ചിത്രമായിരുന്നു. 2020 തുടക്കത്തിൽ ചിത്രീകരണം തുടങ്ങിയിരുന്നു. പിന്നെയാണ് കോവിഡ് വരുന്നതും തങ്ങളുടെ പദ്ധതികളെല്ലാം തകിടം മറിയുന്നതും. 2019 ലൂസിഫർ ഹിന്ദിയിൽ റീമേക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 5-6 വർഷത്തിനിടെ സിനിമാ വ്യവസായത്തിൽ സംഭവിച്ച മാറ്റമാണ് ഇപ്പോൾ എമ്പുരാൻ 5 ഭാഷകളിൽ എടുക്കാൻ കാരണമായത്. ലൂസിഫർ ഹിന്ദിയിൽ സംവിധാനം ചെയ്യുകയാണെങ്കിൽ അതിൽ മോഹൻലാലിന് പകരം ഷാരൂഖ് ഖാനെ നായകനാക്കുമെന്നും പൃഥ്വിരാജ് പറഞ്ഞു. ഞാൻ 3 സിനിമകൾ സംവിധാനം ചെയ്തു. അതിലെ എനിക്ക് ഏറ്റവും കംഫർട്ടായിരുന്ന നടൻ മോഹൻലാലാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല നമ്മുടെ അടുത്ത കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചറിഞ്ഞ് ചെയ്യുകയും ചെയ്യും. ഞാൻ സംവിധാനം ചെയ്ത സിനിമകളിലെ താരങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ ഡയറക്ട് ചെയ്യാൻ സാധിച്ചത് അദ്ദേഹത്തെയാണ് എന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു. അതേസമയം മാർച്ച് 27-നാണ് എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തുക. ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ 2019 പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം 2023 ഒക്ടോബറിലാണ് ആരംഭിച്ചത്. 20ഓളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിക്കുന്നതെന്നാണ് വിവരം. UK, US എന്നിവിടങ്ങളിലടക്കം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷൻ ആകുന്നുണ്ട്. ചിത്രത്തിൽ മഞ്ജു വാര്യർ, സുരാജ് വെഞ്ഞാറമൂട്, ഇന്ദ്രജിത്ത്, ഫാസിൽ, സാനിയ അയ്യപ്പൻ, പൃഥ്വിരാജ്, നൈല ഉഷ, അർജുൻ ദാസ് തുടങ്ങിയ വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത്.